ഒരു സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിന്റെ വചന വിചിന്തന വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീവാകാലത്തിന്റെ 3-ാം ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗങ്ങൾ നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും, മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളുമാണ്. നിയമാവർത്തന പുസ്തകത്തില് നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസ ത്യാഗം നമ്മൾ കാണുകയാണ്. ഹോറേബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച് 10 കൽപ്പനകൾ വാങ്ങിക്കുവാനായി മലമുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന മോശയെ കാത്തിരിക്കുന്നത് ആ ജനത്തിന്റെ വിശ്വാസ ത്യാഗമാണ്. തൊട്ടു മുൻപില് ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട ജനതയാണിത്. എന്നാൽ ആ ജനത്തിന്റെ വിശ്വാസ ത്യാഗത്തിന്റെ ആ ഒരു സന്ദർഭത്തിലേക്കാണ് മോശ മലയിറങ്ങി ഈ 10 കൽപ്പനകളുമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. പാപത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പരിണിത ഫലം അനുഭവിക്കുവാൻ തുടങ്ങുന്ന ജനതയ്ക്ക് വേണ്ടി മോശ മാധ്യസ്ഥം യാചിക്കുകയും ദൈവം കരുണ കാണിക്കുകയും ചെയ്യുന്നതും നമ്മൾ അവിടെ കാണുകയാണ്. 2-ാമത്തെ വചനഭാഗത്ത് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം ഒരു വിജയഗീതം പാടുകയാണ്. ശാശ്വതമായ അഭയശില കർത്താവിൽ ആശ്രയിക്കുന്നതാണ്, ആ ശാശ്വത ശിലയായ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് വിജയകാരണമെന്ന് യെശയ്യാ പ്രവാചകൻ ഉദ്ഘോഷിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുക. അവിടെ ഇങ്ങനെ നമ്മളൊരു വചനഭാഗം വായിക്കുന്നുണ്ട്. ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാല് അവൻ നീതി അഭ്യസിക്കുകയില്ല, സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു, അവൻ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നില്ല. യെശയ്യാ 26-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് നമ്മൾ അങ്ങനെ വായിക്കുക. അതോടൊപ്പം നമ്മൾ മറ്റൊരു വചനവും ഇങ്ങനെ വായിക്കുന്നു. അതേ വചനഭാഗത്ത് കർത്താവെ അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നുവെങ്കിലും അവർ അത് കാണുന്നില്ല, അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ, അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ. യെശയ്യാ 26:11. 1-ാം വായനയിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെയും ദുഷ്ടന്റെ പ്രവൃത്തികളെ, വിശ്വാസരഹിതമായ പ്രവൃത്തികളെ ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. 3-ാം വചനഭാഗത്ത് ഫിലിപ്പി ലേഖന ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വായിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവില് കാത്തുകൊള്ളുവാനായിട്ട് എപ്പോഴും കർത്താവിൽ സന്തോഷിച്ച് പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുവാനാണ് പൗലോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്നത്. ഈ ഫിലിപ്പി ലേഖനത്തെ നമ്മൾ വായിക്കുന്നത് ഒന്നിനെക്കുറിച്ചും നമ്മൾ ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തില് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ഇങ്ങനെ ലേഖനഭാഗത്ത് പറഞ്ഞു വയ്ക്കുകയാണ്: അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. നമ്മൾ ഈ കേട്ട ആശയങ്ങളൊക്കെയും അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ബൈബിളിലാണ്. വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാന്, വചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആകുലരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വചനഭാഗത്തേക്ക്, സുവിശേഷ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഈശോയുടെ പക്കല് സഹായം ചോദിച്ചെത്തുന്ന ഒരു കാനാൻകാരി സ്ത്രീയെയാണ് നമ്മൾ കാണുക. ഈശോയുടെ പക്കലേക്ക് അവൾ സഹായം ചോദിച്ചെത്തുമ്പോൾ 3 പ്രാവശ്യം ഈശോ അവളെ തിരസ്കരിക്കുകയാണ്. എന്നാൽ അവസാനം അവളുടെ അപേക്ഷ സ്വീകരിച്ച് അവളുടെ വിശ്വാസം കണ്ട് അവളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നതാണ് സുവിശേഷത്തിലെ സംഭവം. ഈശോ തന്റെ ജീവിതകാലത്ത് ഒത്തിരിയധികം ഉപമകൾ പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ട്. മുന്തിരിവള്ളിയുടെ ശാഖയുടെ ഉപമ, അതുപോലെ തന്നെ പുളിമാവിന്റെ ഉപമ, അങ്ങനെ ഒത്തിരിയധികം ഉപമകൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈശോ പ്രവർത്തിച്ച ഒരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. അതായത് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈശോ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുന്ന സംഭവം, അതുപോലെ തന്നെ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം, അതുപോലെ തന്നെ ഈ വൃക്ഷത്തെ, ഒലിവ് മരത്തെ അല്ലെങ്കിൽ അത്തിമരത്തെ ശപിക്കുന്ന സംഭവം, ഇങ്ങനെയൊക്കെയുള്ളതും ഈശോയുടെ പാരബിൾ ഇൻ ആക്ഷൻ ആണ്. അങ്ങനെയുള്ള പാരബിൾ ഇൻ ആക്ഷൻ, അങ്ങനെ ഒരു പാരബിൾ ആണ്, അങ്ങനെ ഒരു ആക്ഷൻ പ്രവർത്തിക്കുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. ഇവിടെ നമ്മുടെയൊക്കെയും നെറ്റി ചുളിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെയും സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വാക്ക് ഇവിടെയുണ്ട്. ഈശോ ആ മകളെ നായ എന്ന വാക്കുപയോഗിച്ച് അവളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ വചനഭാഗത്ത് നമ്മൾ ഇതിന്റെ ഗ്രീക്ക് മൂലം നമ്മൾ തിരയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീക്കില്
ഈ നായ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് പട്ടിക്കുട്ടി അല്ലെങ്കിൽ നായക്കുട്ടി അല്ലെങ്കിൽ പപ്പി എന്ന വാക്കാണ്. അതായത് നായക്കുട്ടി എന്നാൽ യജമാനനോട് സ്നേഹമുള്ള, യജമാനന്റെ കാലിൽ മുട്ടി ഉരുമി നിൽക്കുന്ന അങ്ങനെ ഒരു അർത്ഥത്തിൽ. രണ്ടാമതായിട്ട് ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ യഹൂദന്റെ സാമൂഹിക പശ്ചാത്തലത്തില് നായ എന്നതിന് അവര് വിജാതിയരെ അഭിസംബോധന ചെയ്യുവാനായിട്ട് അവർ ആ വാക്ക് ഉപയോഗിച്ചിരുന്നു. അതായത് തെരുവ് പട്ടി, വളരെ വൃത്തികേട്ട, യജമാനനോട് ലോയൽറ്റി ഇല്ലാത്ത, അങ്ങനെ ഒരു അർത്ഥത്തില് അൺക്ലീൻ ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തില് യഹൂദജനം ആ വാക്ക് ഉപയോഗിച്ചിരുന്നു. ഈശോ ഇവിടെ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് ഈശോ ഇത് ഉപയോഗിക്കുന്നതെന്ന് ഒരുപക്ഷെ കേട്ടു നിൽക്കുന്നവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നമ്മൾ ആ വാക്ക് ഈശോ ഉപയോഗിക്കുമ്പോൾ നമുക്കതിനോട് നമ്മുടെ നെറ്റി ചുളിയുന്നത് പോലെ, നമുക്കതിനോട് ഒരു വിഷമം തോന്നുന്നത് പോലെ, എന്തുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ചു എന്ന് നമുക്ക് ഒരു ആശയക്കുഴപ്പത്തിന് അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്നവർക്ക് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്ന വാക്കാണിത്. ശരിക്കും ഈ കാനാൻകാരി സ്ത്രീ ഈശോയുടെ പക്കലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. നമ്മൾ വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. കാരണം അവളുടെ മകള് പിശാച് ബാധിതയായിരുന്നു. ഈ ഒരു പ്രശ്നവുമായിട്ടാണ് ഈ കാനാൻകാരി സ്ത്രീ ഈശോയുടെ പക്കലേക്ക് വരുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയെ വെറുതെ പിശാച് ആവേശിക്കില്ല. ഒരു വ്യക്തി പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് വലിയ കാരണങ്ങളുണ്ട്. അതിന് പിന്നില് വലിയ വിശ്വാസരഹിതമായ ജീവിതമുണ്ട്, വിശുദ്ധിയില്ലാത്ത ജീവിതമുണ്ട്. ഇതൊരു മകളാണ്, ആ മകളുടെ അമ്മയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. അതായത് ഈശോ അവൾക്കും തനിക്കും മനസ്സിലാകുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ രണ്ടുപേർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവളുടെ പാപജീവിതത്തെ കുറിച്ച് ഈശോ ആ മകളെ ഓർമ്മിപ്പിക്കുകയാണ്. അവളുടെ വിശുദ്ധിയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആ മകളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കുഞ്ഞ് പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ അമ്മയുടെ വിശുദ്ധിയില്ലാത്ത ജീവിതം അതിന് പിന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു പ്രാർത്ഥനയുള്ള കുടുംബമാണെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കളിലും ആ ദൈവ സാന്നിധ്യം മക്കളിലേക്കും പടരും. ആ മക്കൾക്ക് ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണ വലയം ഉണ്ടാകും. ഒരു വ്യക്തി വളരെ തിന്മയിൽ ജീവിക്കുമ്പോഴാണ് ആ വ്യക്തി പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നത്. ആ വ്യക്തിയിലേക്ക് പിശാച് ആവേശിക്കുന്ന ആ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കുഞ്ഞ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മയ്ക്ക് അതിന് പിന്നിൽ ഒരു പങ്കുണ്ട് എന്ന് ഈ വചനഭാഗത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഈശോ ഈ മകളെ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ മകള് തിരിച്ചു പറയുന്നുണ്ട്, അതേ കർത്താവെ, അവളെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ വിശപ്പടക്കുന്നുണ്ട് എന്ന് ആ മകളത് ഏറ്റെടുക്കുന്നുണ്ട്. അവളുടെ വലിയ വിശ്വാസം നമ്മളവിടെ കാണുകയാണ്. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു ആശയം, ഈ മകള് ഈശോയെ അഭിസംബോധന ചെയ്യുന്ന വാക്കാണ്. ദാവീദിന്റെ രാജാവായ ഈശോ. ആ ഒരു വാക്കിനർത്ഥം ഇസ്രായേൽക്കാർ മുഴുവനും വളരെ നാളുകളായി കാത്തിരുന്ന ആ രക്ഷകനായിട്ട് ഈശോയെ ആ മകള് ഏറ്റെടുക്കുകയാണ്. നമ്മൾ കണ്ടു, തുടക്കത്തിൽ നമ്മൾ കണ്ടു വിശ്വാസത്യാഗം കണ്ടു, ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്യാഗം. അതുപോലെ തന്നെ ഈ കോൺടെസ്റ്റിലും ഈശോയുടെ മുൻപിൽ നിൽക്കുന്നവര് ഒക്കെയും ഈശോയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും ഈശോയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. ആ സാഹചര്യത്തിലാണ് ഈ മകള് ഈശോയെ രക്ഷകനായിട്ട് ഏറ്റെടുക്കുന്നത്, നാഥനായിട്ട് ഏറ്റെടുക്കുന്നത്, ഇസ്രായേല് കാത്തിരുന്ന രക്ഷകനായിട്ട് ആ മകള് ഈശോയെ ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ആ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം ഇതാണ്, രക്ഷയുടെ സാർവത്രികതയാണ്. അതായത് അബ്രാഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്രകാരം ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ വിശ്വസിക്കാത്ത യഹൂദര്, രക്ഷയുടെ പ്രിലിമിനറി സ്റ്റേജിൽ യഹൂദ ജനതയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. യഹൂദ ജനതയിലൂടെയാണ് ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനസാകുന്നത്. എന്നാൽ ആ ജനത ആ ഒരു ഭാഗം ഏറ്റെടുക്കുന്നില്ല. അവര് പരാജയപ്പെടുമ്പോൾ രക്ഷ വിജാതീയരിലേക്ക് പോകുന്നത് നമ്മൾ ഈ വചനഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്, സാർവത്രികമാണ് എന്ന് ഈ വചനഭാഗത്ത് വായിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോ നമ്മളോട് അത് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശ്വാസമാണ് രക്ഷയ്ക്ക് മാനദണ്ഡം. ഈ സ്ത്രീയുടെ വിശ്വാസത്തെയാണ് ഈശോ വലുതായിട്ട് അവതരിപ്പിക്കുന്നത്. വിശ്വാസമാണ് രക്ഷയുടെ മാനദണ്ഡം. വളരെ ഡ്രമാറ്റിക് ആയിട്ട് ഈശോ ഈ സ്ത്രീയോട് ഇടപഴകുമ്പോൾ, വളരെ ഡ്രമാറ്റിക് ആയിട്ട് ഒരു സീനോടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവസാനം ഈശോ അവളുടെ വിശ്വാസത്തെ, ഏറ്റവും കറതീർന്ന വിശ്വാസത്തെ എടുത്ത് ഉയർത്തി കാണുകയാണ്. ഈ മകളുടെ വിശ്വാസം രക്ഷപ്പെടുന്നതിന് കാരണമായിട്ട് തീർന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? തന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയിൽ, തന്റെ എല്ലാ കുറവുകളോടും കൂടെ കർത്താവിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് കർത്താവിന്റെ കരുണയിൽ അവൾ ആശ്രയിച്ചു എന്നതാണ് അവളുടെ വിശ്വാസത്തിന്റെ മഹനീയത. അതുപോലെ തന്നെ തിരസ്കരിക്കപ്പെട്ടപ്പോഴും നിരവധി തവണ അവഹേളിക്കപ്പെട്ടപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും അവൾ ഈശോയുടെ അടുക്കൽ ആ പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അവസാനം വരെ ഉറച്ചു നിന്നുകൊണ്ട്
അവള് ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. അവസാനം ദൈവം ആ മകളെ ഈശോ രക്ഷിക്കുന്നത് നമ്മൾ കാണുന്നു. അവളുടെ വിശ്വാസത്തെ ഈശോ വിലമതിക്കുന്നത് നമ്മൾ കാണുന്നു. ഈശോയുടെ സ്നേഹമുള്ളവരെ, ഈ സ്ലിവാകാലത്തിന്റെ 3-ാം ഞായറാഴ്ചയിൽ ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിലൊക്കെയും ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന വചനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു അടിമത്തം നിറഞ്ഞ ജീവിതമാണ്, സമാധാനമില്ലാത്ത ജീവിതമാണ്, സന്തോഷമില്ലാത്ത ജീവിതമാണ്, പൈശാചിക ശക്തികളുടെ തിന്മയുടെ ആധിപത്യത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ജീവിതമാണ്, അടിമത്തത്തിന്റെ ജീവിതമാണെന്ന് നമ്മളെ ഈ വചനഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്, രക്ഷയുടെ ഏറ്റവും വലിയ മാനദണ്ഡമാണ്. നമ്മൾ എത്ര കുറവുകളുള്ളവരാണെങ്കിലും ബലഹീനരാണെങ്കിലും നമ്മുടെ ആ അവസ്ഥയിലെല്ലാം നിന്നുകൊണ്ട് കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഈ വചനഭാഗങ്ങൾ നമ്മളെ വിളിക്കുകയാണ്. ആദ്യത്തെ വചനഭാഗത്തിൽ ഇസ്രായേലിന്റെ വിശ്വാസത്യാഗവും അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ ശാശ്വത അഭയശിലയായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വിജയം വരിക്കുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനത്തിൽ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും സന്തോഷത്തോടെ ഇരുന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും, അതിനോടൊപ്പം ചേർന്ന് ഈ കാനാൻകാരി സ്ത്രീയെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശ്വാസത്തിന്റെ മഹനീയതയും വിശ്വാസരഹിതമായ പ്രവൃത്തിയെ, പാപം നിറഞ്ഞ പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ട്, അതുപോലെ തന്നെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.